വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ബേസിക്കായിട്ട് എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് മന്തിൽ ഒരു 20,000-25,000 രൂപയൊക്കെ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ളൊരു ജോബ് വേക്കൻസി വന്നിട്ടുണ്ട്. ബേസിക്കായിട്ടുള്ള എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ മാത്രം മതി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രൊഫഷണൽ ജോബ് തിരഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ അക്കൗണ്ടൻറ്റ്, നേഴ്സിങ്, അതുപോലെ തന്നെ എൻജിനീയറിങ്, ഇതൊക്കെ നമ്മൾക്ക് എന്താണ് ജോലിയിൽ കിട്ടണമെങ്കിൽ നമ്മളതിൻ്റെ എന്താണ് കാറ്റഗറീസ് ആയിട്ടുള്ള പഠനം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ അക്കൗണ്ടൻ്റ് ആകണമെങ്കിൽ നമ്മൾ അക്കൗണ്ടൻസി അറിഞ്ഞിരിക്കണം, ടാലി അറിയണം, കൊമേഴ്സ് ബാച്ച് ആയിരിക്കണം, അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. നേഴ്സിംഗ് ആണെങ്കിൽ നമ്മൾ എന്താണ് നേഴ്സിംഗ് 4 വർഷം 5 വർഷം പഠിച്ചിരിക്കണം. പിന്നെ എന്താണ് നമ്മൾ സയൻസ് എടുത്തവരായിരിക്കണം, അങ്ങനത്തെ. പക്ഷേ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് നമുക്ക് ഇങ്ങനത്തെ നൂലാമാലകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്താണ് ജോലി ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത്. ജോബിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാനേജറാണ്. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സോഷ്യൽ മീഡിയാസിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്ന് വെച്ചാൽ ഒരു കമ്പനിക്ക് ഇപ്പം എന്താണ് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഡെവലപ്പ് ആവുന്ന സമയമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് ക്ലോത്തിങ് ബിസിനസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഓരോ കമ്പനിക്കും അവരുടേതായ സോഷ്യൽ മീഡിയാസിൽ അക്കൗണ്ടും എന്താണ് ഈ അവരുടെ പരസ്യം പോസ്റ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് അവരുടെ കമ്പനിയുടെ പ്രോഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ പ്രൊമോട്ട് ചെയ്യുക, അങ്ങനെ എന്താണ് ഒരുപാട് സോഷ്യൽ മീഡിയ പരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതിനെ നമ്മൾ മാനേജ് ചെയ്യണം. റെഗുലറായിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ അപ്ഡേറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് ചെയ്യുക, അത് നമ്മൾ എന്താണ് റെഗുലറായി ചെയ്യുക, അതാണ് ഈ സോഷ്യൽ മീഡിയ മാനേജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ജോബ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ജോബിൻ്റെ പേര് വന്നിട്ടെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ മാനേജറാണ്. ആലുവയിൽ, കൊച്ചിയിലാണ് വേക്കൻസി ഉള്ളത്. അപ്പം ഇവരിവിടെ ഒരു എന്താണ് അഡ്രസ്സ് തന്നിട്ടുണ്ട്, ഇവരുടെ കമ്പനിയുടെ അഡ്രസ്സ്. അത് ഞാൻ എന്താണ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടേക്കാം. നിങ്ങളത് നോക്കിയിട്ട് എന്താണ് അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുക. ഇതൊരു എന്താണ് എവിടെയാണ് കമ്പനി, ജെനുവിൻ കമ്പനിയാണോ, അങ്ങനത്തെ കാര്യങ്ങൾ റെഗുലറായിട്ടൊന്ന് അന്വേഷിക്കുക. പിന്നെ നിങ്ങൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ അവിടെ നേരിട്ട് പോയി അന്വേഷിക്കുക. അങ്ങനെ എന്താണ് ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ അന്വേഷിപ്പിക്കുക. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുകയോ അപ്ലൈ ചെയ്യുകയോ ഒക്കെ ചെയ്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ഡീറ്റെയിൽസ് പറയാം. സാലറി വരുന്നത് 20,000-നും 25,000-നും ഇടയ്ക്കാണ്. ഫുൾ ടൈമാണ് ജോബ് വരിക. ജോബിൻ്റെ എന്താണ് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുള്ളൂ. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള അക്കൗണ്ട്, കമ്പനി അക്കൗണ്ട്സിന് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ അപ്പ് ചെയ്യണം. അപ്പോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് അതാണ് ഡെവലപ്പ് ആൻഡ് എക്സിക്യൂട്ടീവ് സോഷ്യൽ മീഡിയാസ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എക്സെട്ര. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യുക, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെയുള്ള സോഷ്യൽ മീഡിയയിൽ കമ്പനിയുടെ അക്കൗണ്ട് എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്തെടുപ്പിക്കുക. ക്രിയേറ്റ് മന്ത്ലി കണ്ടൻറ് കലണ്ടേഴ്സ് ആൻഡ് കൊളാബറേറ്റ് വിത്ത് ഡിസൈനർ, കണ്ടന്റ് റൈറ്റേഴ്സ് ആൻഡ് വീഡിയോ എഡിറ്റർ, അസറ്റ് ഡെവലപ്മെൻറ്റ്. നമ്മൾ മന്ത്ലി എന്ത് ചെയ്യണം, കമ്പനി ബേസ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മന്ത്ലി നമ്മൾ ചെയ്യണം. സൂപ്പർവൈസ് ടൈമിലി പോസ്റ്റിംഗ്, ട്രെൻഡിങ്, ഇൻറ്റിഗ്രേഷൻ ആൻഡ് ക്യാപ്ഷൻ വിത്ത് പ്ലാറ്റ്ഫോം സ്പെസിഫിക് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് എന്താണ് ടൈം അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം പോസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ എന്താണ് ട്രെൻഡിങ്ങിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഹാൻഡിൽ ഓർഗൻ എൻഗേജ്മെൻറ്റ്, റിപ്പോർട്ട് കമൻറ്റ്സ് ആൻഡ് ഗ്രോ ഫ്ലോ ബേസിസ്. അപ്പോൾ നമ്മൾ ഇതെന്ന് പറയുന്നത് നമ്മൾ റെസ്പോൺസ് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി അപ്ഡേറ്റ് ചെയ്യുക. എന്ന് വെച്ചാൽ കമൻറ്റ്, ഗ്രോ ഇൻ ഫീഡ്ബാക്ക് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഡെയിലി എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ
സ്റ്റേ അപ്ഡേറ്റ് സോഷ്യൽ മീഡിയ ട്രെൻഡ്സ്, ഓഡിയോ പാർട്ട്നേഴ്സ് ആൻഡ് റിയൽ ഫോർമാറ്റ്, അൽഗോരിതം ഷിഫ്റ്റ്. അപ്പോൾ നമ്മൾ എന്താണ് സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളൊക്കെ ഉണ്ടല്ലോ, റിയൽസിൻ്റെ ഫോർമാറ്റ്, പിന്നെ എന്താണ് അൽഗോരിതം. ഇപ്പോൾ യൂട്യൂബിനൊക്കെ തന്നെ ഒരുപാട് എന്താണ് റൂൾസ് ആൻഡ് റെഗുലേഷൻസും അൽഗോരിതവും ഒക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോയോ ഓഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിനെ അല്ലെങ്കിൽ കമ്പനിയെ പ്രൊമോട്ട് ചെയ്യുക. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് പെർഫോമൻസിൻ്റെ ബേസിൽ ബോണസ് ഉണ്ടാവും. പിന്നെ എന്താണ് ഫെസ്റ്റിവൽ ബ്രേക്സ് ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ എന്താണ് ഇതിൻ്റെ ഓഫീസ് വരുന്നത്, ഹെഡ് ഓഫീസ് വരിക കൊച്ചി വിത്ത് ഹൈദരാബാദ് ഫെസിബിലിറ്റി എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള സ്കിൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്, ഒരു 1-2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാകണം. പിന്നെ നോളജ് ഉണ്ടായിരിക്കണം, നമ്മുടെ സോഷ്യൽ മീഡിയാസിനെ പറ്റി നല്ല നോളജ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ, യൂട്യൂബ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള ഇതിൽ പ്ലാറ്റ്ഫോമിൽ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല എന്താണ് ജ്ഞാനം ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫുൾ ടൈം ജോബാണ് വരുന്നത്. പിന്നെ എക്സ്പെക്റ്റഡ് സ്റ്റാർട്ട് ഡേറ്റ് വരുന്നത് 1/8/2025. അപ്പം താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ നിങ്ങൾ അവർ തന്നിരിക്കുന്ന അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവർ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ജോബ് വേക്കൻസിയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.